ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്നപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അതില് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. നമ്മുടെ ദീനിന്റെ ഏറ്റവും പരമപ്രധാനമായ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ ഷഹാദത്തുകളാണ്. അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ നമ്മുടെ ജീവിതത്തിലെ ഏതേത് കർമ്മങ്ങൾക്കും ഏതൊരു കാര്യങ്ങൾക്കും പൂർത്തീകരണം ഈ ഒരു അടിസ്ഥാനപരമായ കല്ലിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ അതിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് അറിഞ്ഞ് ഉൾക്കൊണ്ട് അത് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതേ രൂപത്തിൽ നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അള്ളാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസവും പ്രവാചകൻ കൊണ്ടുവന്ന ദീനായി പഠിപ്പിച്ച കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നത്. ഈ കാര്യത്തിൽ നമുക്ക് അല്പം പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ നമ്മളൊരു ദുർബലമായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭ്യമാകുകയില്ല. ഇനി ആ വിഷയത്തിൽ ഒരു അല്പം സംശയം ഉണ്ടായാലോ, ആ വിഷയത്തിൽ അള്ളാഹുവും റസൂലിലുമുള്ള വിശ്വാസത്തിൽ
നമുക്കല്പം സംശയം ഉണ്ടായി കഴിഞ്ഞാലോ വിശുദ്ധ ഖുർആൻ പറയുന്നത് വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദിനാ ലിൽ കാഫിരീന സഈറാ. അല്ലാഹുവിനും റസൂലിനുമുള്ള വിശ്വാസം ഇല്ല എങ്കിൽ പിന്നീട് അവൻ അല്ലാഹു ഒരുക്കുന്നത് വേദനയേറിയ ശിക്ഷയാണ്, നരകമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലായിരിക്കും. അപ്പൊ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രാധാന്യമുള്ളതുപോലെ തന്നെയാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന രണ്ടാമത്തെ സാക്ഷ്യവചനം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ രണ്ട് സാക്ഷ്യവചനങ്ങളും പൂർത്തിയാകുമ്പോഴേ മറ്റുള്ളത് പറയേണ്ടതുള്ളൂ എന്ന്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേക്കാൻ. മുആദിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് മുആദിനോട് പറഞ്ഞെന്താ? ഇന്നക സതഅതി ഖൗമൻ അഹ്ലിൽ കിതാബ്. മുആദ്, നീ പോകുന്നത് അഹ്ലി കിതാബുകാരായ ഒരു സമൂഹത്തിന്റെ അടുത്തേക്കാണ്. ഫഇദാ ജിതഹും ഫദൂഹും ഇലാ അൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. നീ എന്ത് ചെയ്യണം? നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫദൂഹും, അവരെ നീ ക്ഷണിക്കണം. ഏതിലേക്ക് ക്ഷണിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിലേക്കും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല എന്നതിലേക്കും മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന കാര്യത്തിലേക്കും നീ ക്ഷണിക്കണം. അത് അവർ അനുസരിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അവർ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇസ്ലാമിലെ മറ്റു ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് നീ അവർക്ക് വിവരം അറിയിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഈ പറഞ്ഞേക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ ഈ വാചകം അതിന്റെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ അതിന്റെ മുൻഗണന എന്തിനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക. അപ്പൊ ഈ ഒരു കാര്യം അവർ അംഗീകരിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ കാര്യമുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ ഷഹാദത്ത് കലിമ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ആരാധ്യൻ അല്ലാഹ് അല്ലാതെ മറ്റൊരാളില്ല. എന്റെ ജീവിതത്തിൽ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അല്ലാഹു മാത്രമേ ഉണ്ടാവൂ. ഇലാഹായി എന്റെ മനസ്സിൽ അല്ലാഹു മാത്രം. അതേപോലെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്തിബാ ചെയ്യുന്നത്, ഞാൻ പിൻപറ്റുന്നത്, എന്റെ ജീവിതത്തിലെ സകലമായ കാര്യങ്ങളിലും ഞാൻ പിൻപറ്റുന്നത് ആരെയാ? എന്റെ കരളിന്റെ കഷ്ണമായ, എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളും കൽപ്പനകളും ഞാൻ അക്ഷരം പ്രതി പാലിക്കും എന്നതിലേക്ക് എത്താൻ കഴിയണം. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണമായി നമുക്ക് എത്താൻ കഴിയണം. അതെത്തുക മാത്രമല്ല, ജീവിതം കൊണ്ട് തെളിയിക്കുകയും വേണം. അപ്പോ അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പറഞ്ഞു. നമ്മുടെ കൽബിൽ ഒരു ഇലാഹില്ല, അല്ലാഹ്. അപ്പൊ ആ അല്ലാഹു മാത്രമാണ് നമ്മുടെ കൽബിലെ ഇലാഹ്. മറ്റൊരു ഇലാഹിനെയും നമ്മൾ പ്രതിഷ്ഠിക്കുന്നില്ല. ഇതേപോലെ ഇനി രണ്ടാമതായി വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ പ്രവാചകന്റെ കൽപ്പന എന്താണ്? ഒരു വിഷയത്തിൽ പ്രവാചകന്റെ നിർദ്ദേശം എന്താണ്? ഒരു വിഷയത്തിൽ പ്രവാചകൻ എന്താണ് നമ്മോട് പറഞ്ഞത്? അതാണ് ഒരു വിശ്വാസി ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്തതോ പ്രവാചകന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാലോ ഉറപ്പാണ് ആ വിശ്വാസി എന്ന നിലയ്ക്ക് അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിന്റെ ശിക്ഷയും അവൻ അനുഭവിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം.
അവന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരെ സൂക്ഷിച്ചു കൊള്ളട്ടെ. അവർക്ക് ഫിത്ന ബാധിക്കുന്നത്, അതുപോലെ അവർക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുന്നതും അവർ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഏതാ ഈ കൽപ്പന? എന്ന് പറഞ്ഞ ഏതാ കൽപ്പന? പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ, പ്രവാചകൻ ചെയ്തു കാണിച്ചത്, പ്രവാചകൻ അംഗീകരിച്ചത്, അതിന് വിരുദ്ധമായി ഒരാൾ തന്റെ ജീവിതത്തിൽ ദീനായി അനുഭവിക്കുമ്പോ, ദീനായി അനുഷ്ഠിക്കുമ്പോ, അത് പ്രിയപ്പെട്ടവരെ, അത് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹ് പറയാണ്, അത് സൂക്ഷിക്കണം. അവന് ഫിത്ന ഉണ്ടാവാൻ, അവന് ശിക്ഷയുണ്ടാവാൻ അത് കാരണമായി തീരും എന്നാണ് പറഞ്ഞത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു നിലക്കും എതിരാവാൻ നമ്മുടെ ജീവിതത്തിൽ പാടില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരികൾ, അത് വലിയൊരു കാര്യം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ പലതിലും നമ്മൾ പ്രവാചകന്റെ ചര്യകളെ രണ്ടാം തരമായി അല്ലെങ്കിൽ ഒന്ന് പിന്നിലേക്ക് മാറ്റിവെച്ച് പലപ്പോഴും ഭൗതികപരമായ കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് വെക്കാറുണ്ട്. പാടില്ല. ഒരു വിഷയത്തിൽ എന്താണ് റസൂൽ പറഞ്ഞത്, ആ വിഷയമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അവിടെ ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അബൂ ഹുറൈറ പറഞ്ഞു, ഖാല റസൂലുള്ളാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ലാ യൽഖല്ലാഹു ബിഹിമാ അബ്ദുൻ ഗൈറ ശാകിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹും റസൂലുള്ളാഹിയും ഒരാൾക്ക് സംശയമില്ലെങ്കിൽ ഉറപ്പാണ് അയാൾക്ക് സ്വർഗ്ഗം അല്ലാഹു കൊടുക്കുമെന്നതിൽ ഒരു സംശയമില്ല. സ്വർഗ്ഗം ഉറപ്പാണ്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി. സത്യസന്ധമായിട്ടാണ് ഒരാള്, സത്യസന്ധമായിട്ടാണ് അവന്റെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതും സത്യമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലന്നാർ, അവന് നരകം നിഷിദ്ധമാണ്. എന്തായി പറഞ്ഞതിനർത്ഥം? നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ പറയുമ്പോ ആ റസൂല് നമുക്ക് മാതൃകയാകണം. വെറും വായ കൊണ്ട് പറഞ്ഞാ പോരാ, അത് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് എന്റെ ജീവിതത്തിലെ റസൂലിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഒരു സ്ഥലത്തും ഉണ്ടാവില്ല എന്ന് പറയാൻ സഹോദരി, സഹോദര, നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റസൂലാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്റെ മാതൃക എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ അവസ്ഥയിലേക്ക് മുഅ്മിൻ എത്തണം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അവരുടെ നഫ്സിനേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഔല, ഏറ്റവും ഒന്നാമതായി ഏറ്റവും ഉയരത്തിലുള്ളത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് നമ്മളിലേക്ക് ഇങ്ങനെ എടുത്തു നോക്കി. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദാണെന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. ഞാനാ പറഞ്ഞത്. ആ സാക്ഷ്യം പറയുന്ന നമ്മള് പ്രവാചകന്റെ അധ്യാപനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മുടെ നഫ്സിനേക്കാൾ പ്രവാചകന് നമ്മൾ ഔന്നിത്യം കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ വീടുകൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യവഹാരങ്ങൾ, നമ്മുടെ ഓരോ കാര്യങ്ങളും എടുത്തിങ്ങനെ പരിശോധിച്ചു നോക്കുക. അവിടെ റസൂലാണോ എനിക്കിഷ്ടം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ, ഖാല റസൂലുള്ളാഹ് ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അവനാണ് മുഅ്മിൻ. മുഅ്മിൻ എന്ന് പറയുമ്പോ അവന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടം അല്ലാഹു റസൂല്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊന്ന് അങ്ങനെ ആലോചിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിലെ കച്ചവടത്തിൽ, നമ്മുടെ ജീവിതത്തിലെ വ്യവഹാരങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന ഇടപാടുകളിൽ, നമ്മൾ സ്നേഹം കാണിക്കുന്നിടത്ത്, നമ്മുടെ കടപ്പാട് ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. അതിൽ ഏതിലാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക?
നമ്മൾ എവിടെ ഈ ഒരു കാര്യം വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു സംഗതിയും നമ്മുടെ ജീവിതത്തിൽ ഒരു സംഗതി ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം നമ്മൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യില്ല. ഇത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിനും അതിനെന്ത് ചെയ്യും, ഒരു വിട്ടുവീഴ്ച ചെയ്യും. എന്നിട്ട് നമ്മൾ കോംപ്രമൈസ് ആകും. അല്ലെങ്കിൽ അത് ഏറ്റവും നല്ല പ്രയോഗമാണ്. നമ്മൾ കോംപ്രമൈസ് ആകുന്ന രംഗേതാ അള്ളാഹ് റസൂലും പറഞ്ഞെടുത്താം. ബാക്കിയുള്ളടത്ത് കോംപ്രമൈസ് ആകുമ്പോൾ നമുക്കൊരു പേടിയാ, ബേജാറാ. ചിലപ്പോ നഷ്ടായി പോവോ, ചിലപ്പോ എന്തെങ്കിലും ജീവിതത്തിൽ തകർച്ച വരുമോ എന്ന് നമുക്ക് തോന്നാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ, സൂക്ഷിച്ചുകൊള്ളട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും നിലപാട് സ്വീകരിച്ച് ദുനിയാവിൽ എന്തെങ്കിലും ഉണ്ടാക്കി കളയാം എന്ന് വിചാരിക്കുന്ന ആളുകൾ അവർ ഫിത്നയെ ഭയപ്പെട്ടുകൊള്ളട്ടെ, അള്ളാഹുവിന്റെ ശിക്ഷയെ അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ കോംപ്രമൈസ് വേണ്ടത് ദീനിന്റെ കാര്യത്തിലല്ല, കോംപ്രമൈസ് വേണ്ടത് ദുനിയാവിന്റെ കാര്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു റസൂൽ ആയിരിക്കണം ഏറ്റവും വലുത്. ഈ ഷഹാദത്ത് പറയുമ്പോ അത് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, ഈ ഷഹാദത്ത് പറയുമ്പോൾ കേവലമായ വർത്തമാനത്തിലല്ല പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇതിന്റെ ഒഴുക്കാമ്പ്, മറിച്ച് അത് ജീവിതത്തിലാണ്. അഷ്ഹദു, എന്നെ നോക്കിക്കോളൂ, ഞാൻ സാക്ഷിയാണ് മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്നത് എന്റെ ജീവിതത്തെ ഓരോന്നും എടുത്തു പരിശോധിച്ചോളൂ. ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനേക്കാളും വലുതെന്തായി തീരണം, അല്ലാഹുവും റസൂലുമായി തീരണം. ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലിൻ തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ അഹബ്ബ ഇലൈകും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലില്ലാഹ് ഫവജിഹാദിൻ ഫീ സബീലിഹി. വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ പറഞ്ഞത്. കുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കേ, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കളെക്കാൾ, വഅബ്നാഉകും, നിങ്ങളുടെ മക്കളെക്കാൾ, വഇഖ്വാനുകും, നിങ്ങളുടെ സുഹൃത്തുക്കളെക്കാൾ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളെക്കാൾ, വഅശീറതുകും, നിങ്ങളുടെ കുടുംബക്കാരെക്കാൾ, വഅംവാലിൻ തറഫ്തുമൂഹാ, നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യത്തെക്കാൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ബിസിനസിനേക്കാൾ, വമസാകിൻ തർളൗനഹാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ശാന്തിയുടെ ഭവനങ്ങളായ വീടിനേക്കാൾ, അഹബ്ബ ഇലൈകും, നിങ്ങളിലേക്ക് ഏറ്റവും അധികം ഇഷ്ടമായി വരണം, മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവും റസൂലും. ഏതാ എണ്ണാത്തത്? ഈ ആയത്ത് മതി പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ. അല്ലാഹുവും റസൂലാണ് ബാക്കിയുള്ളതിനേക്കാളൊക്കെ വലുത് എന്ന് മനസ്സിലാക്കാൻ. ആ ഷഹാദത്ത്, അഷ്ഹദു അന്ന മുഹമ്മദ എന്നത് ഞാൻ എന്റെ ജീവിതത്തിന്റെ ഏത് അളവ് വെച്ചാലും അതിൽ നബിയാണ്, അല്ലാഹുവും റസൂലാണ്. അവിടെ കോംപ്രമൈസ് ഇല്ല. അല്ലേ? വാപ്പാന്റെ വിഷയത്തിൽ വരുമ്പോ, മക്കളുടെ വിഷയത്തിൽ വരുമ്പോ, സുഹൃത്തുക്കളുടെ വിഷയത്തിൽ വരുമ്പോ, കച്ചവടത്തിന്റെ വിഷയത്തിൽ വരുമ്പോ, നമ്മുടെ വീടിന്റെ വിഷയത്തിൽ വരുമ്പോ, എല്ലായിടത്തും അവിടെ അല്ലാഹു റസൂൽ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അതിന് കോട്ടം സംഭവിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഫതറബ്ബസൂ, കാത്തുകൊള്ളുക, ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ ശിക്ഷയുടെ കൽപ്പന കാത്തുകൊള്ളുക. അത് അല്ലാഹുവിന് ഇഷ്ടമില്ല. ഷഹാദത്ത് പറഞ്ഞ ഒരാള്, അയാൾ സംസാരമാണെങ്കിലും ഇടപാടാണെങ്കിലും ഇനി ജീവിതത്തിലെ ഏത് ക്രയവിക്രയങ്ങളാണെങ്കിലും അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹം നോക്കുക, ഇതെന്റെ ഇസ്ലാമിന് വിരുദ്ധാണോ, അല്ലാഹുവും റസൂലും പറഞ്ഞതിന് എതിരാണോ. ചെറിയൊരു ഭാഗമേ ഉള്ളൂ, ബാക്കിയൊക്കെ റെഡിയാണ്. എന്നാൽ ചെറിയൊരു ഭാഗം ഇല്ല, ആ ഭാഗം ചെറുതാണെങ്കിലും ഞാൻ അത് ഒഴിവാക്കും എന്നിടത്തേക്കാണ് ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ആള് മുൻഗണന കൊടുക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ സഹാബികളും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അവര് പ്രാധാന്യം കൽപ്പിച്ചത്
ഈ ഒരു കാര്യത്തിനാണ്. ഏതേത് വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവർക്ക് മുൻഗണന ഇതായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബാത്തിലായി പോകും ഇത് അനുസരിച്ചിട്ടില്ല എങ്കിൽ. അതല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ബിൽഡ് ചെയ്തുണ്ടാക്കിയ പ്രവർത്തനങ്ങളാണെങ്കിൽ, അതെത്ര വലിയ ഹജ്ജാണെങ്കിലും, അതെത്ര വലിയ നോമ്പാണെങ്കിലും, അതെത്ര വലിയ സക്കാത്താണെങ്കിലും അതിനൊന്നും പ്രതിഫലം കിട്ടൂല. ഏത് അല്ലാഹു റസൂലിനെയും താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ അതിലൊരു കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉണ്ടാവൂല. എന്നാൽ അതിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ പടുത്തുയർത്തിയതെങ്കിൽ അതിന് ഏറ്റവും വലിയ പ്രതിഫലമുണ്ട്. മാത്രമല്ല അതിനാണ് റഹ്മത്തുള്ളതും. അത്തിയുല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ അനുഗ്രഹം വർഷിക്കുന്നതും അവിടെയാണ്. മാത്രമല്ല റഹ്മത്ത് കിട്ടാനും കാരണം അത് തന്നെയാ. ഫതാഅത്തുല്ലാഹി വതാഅത്തുർ റസൂലി മിൻ അസ്ബാബി ഹുസൂലിർ റഹ്മ. റഹ്മത്ത് കിട്ടാൻ കാരണമാകുന്നത് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ കൃത്യത പാലിക്കണം. നമുക്ക് വിജയമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ദുനിയാവിലും ആഖിറത്തിലും വിജയം ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളായ വിശ്വാസിനികളായ നമ്മൾ ഓർക്കുക, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. നമുക്ക് അല്ലാഹുവിനെയും റസൂലിനെയും നമ്മൾ അനുസരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നത് വലിയ വിജയമാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്വർഗ്ഗം, വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അദീം. വലിയ വിജയം തരുന്നത് അവിടെയാണ്. അതുകൊണ്ട് അതിനെ ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചു റബ്ബ് പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിലുഹു നാരൻ ഖാലിദൻ ഫീഹാ വലഹും അദാബുൻ മുഹീൻ. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്, നരകത്തിൽ അവർ സാക്ഷ്യതമായിരിക്കും അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ച ആളുകൾക്ക് എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്താൻ. അപ്പോൾ ആമുഖം എന്ന നിലയ്ക്ക് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നത് കേവലമായ വർത്തമാനമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നത് വരണം എന്ന് മാത്രം സൂചിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നമുക്ക് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഓസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യാൻ. നമുക്കറിയാം, ലോകം ഇപ്പോ വലിയൊരു ഫുട്ബോൾ ലോകകപ്പിന്റെ വരവിന് വേണ്ടി അതിന്റെ ആഘോഷങ്ങളും അതിന്റെ കട്ടൗട്ടുകളും കൊടിതോരണങ്ങളും ഒക്കെ ആയി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ റോഡുകളിലും വഴികളിലും ഒക്കെ ആ ഒരു വേൾഡ് കപ്പിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ആൾക്കാർ. നമ്മൾ ഈ സന്ദർഭത്തിൽ ഏതൊരു വിനോദത്തിലും വിനോദം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ വിനോദത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ ലക്ഷ്യത്തെ സംബന്ധിച്ചുള്ള ബോധ്യം അത് നഷ്ടപ്പെടാൻ പാടില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണമൊക്കെ എന്തിനാണ് അല്ലാഹു ഇവിടെ സൃഷ്ടിച്ചത് എന്ന ബോധ്യമില്ലാതെ ആ ഒരു അവസ്ഥയിൽ മതിമറന്നുകൊണ്ടുള്ള ആഘോഷവും ആഹ്ലാദവും ഇസ്ലാം അനുവദിക്കുന്നില്ല. നമ്മുടെ ബോധ്യം എപ്പോഴും നമുക്ക് വേണ്ടത് ഏതൊരു കാര്യത്തിലും അള്ളാഹുവിനെ മറക്കുന്ന ഒരു തരത്തിലുള്ള വിനോദവും നമുക്ക് പാടില്ല. നമ്മള് നമസ്കാരം ഒഴിവാക്കി അല്ലെങ്കിൽ മറ്റു ദിക്റുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു വിനോദം അത് നമ്മൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ചിലപ്പോ കളികൾ കാണുന്ന ആളുകൾ പലപ്പോഴും ഉറക്കമൊഴിച്ച് കളികളൊക്കെ കാണും. പക്ഷേ അവർ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തുകൾ
അത് നിർവഹിക്കാതെ ഉറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ വിഷയത്തിൽ നമ്മൾ നല്ല ഗൗരവത്തിൽ ചിന്തിക്കണം എന്ന് മാത്രം ഉണർത്തുകയാണ്. കാരണം നമ്മൾക്ക് വിനോദത്തെ അല്ലെങ്കിൽ വ്യായാമത്തെ ഇസ്ലാം പലപ്പോഴും അതിന് പ്രോത്സാഹനം നൽകിയപ്പോ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, അള്ളാഹുവിനെ ഓർക്കാനുള്ള ആ മുഅ്മിനിന്റെ ശക്തി, അവന് ആരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ രണ്ട്, അലസതയും മടിയും ഒക്കെ മാറ്റാൻ വേണ്ടി ഈ രംഗത്ത് കുറച്ച് വ്യായാമമാകാമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന് രണ്ടിനും അപ്പുറത്ത് നമ്മൾ കളികളെ കാണുമ്പോൾ സ്വാഭാവികമായും പ്രിയപ്പെട്ടവരെ അത് നമുക്ക് തന്നെ എതിരായി വരും. പലപ്പോഴും ആളുകൾ ഇതിന് വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ സമ്പത്തിന്റെ പേരിൽ അടിപിടി കൂടുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്ന, നമ്മുടെ സമ്പത്ത് അള്ളാഹു തന്ന ഈ നിഅമത്ത് അത് അള്ളാഹുവിന്റെ മാർഗത്തിന് പകരമായി വെറുതെ ചെലവഴിക്കുന്ന, അതിനു വേണ്ടി വാശി കൂടുന്ന, അതിനു വേണ്ടി ചിലപ്പോ അതിന്റെ പേരിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ധൂർത്തും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിലൊന്നും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും ചില ആളുകൾ ശബ്ദമിടുക, നാട്ടിലുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുക, വലിയ വലിയ പടക്കങ്ങൾ പൊട്ടിക്കുക, അങ്ങനെ തുടങ്ങി ഇങ്ങനെ പന്തയം വെക്കുക, അടിപിടി കൂടുക, അതിന്റെ മറവിൽ ലഹരിയുടെ വിപണനങ്ങൾ നടക്കുക, അങ്ങനെ ഒരു തിന്മയുടെ വടിയായി പലപ്പോഴും ഈ ചില കളികളെ ഒക്കെ ആളുകൾ കാണാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മുടെ വിനോദങ്ങളോ നമ്മുടെ ഏർപ്പാടുകളോ എത്താൻ പാടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താ? لا تزول قدم عبد يوم القيامة حتى يسأل عن أربع. നാല് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചിട്ടല്ലാതെ അള്ളാഹു ഒരു അടിമയുടെ കാര്യം മുന്നോട്ട് വെക്കുകയില്ല എന്ന് പറയുമ്പോ അവിടെ ചോദ്യം നമ്മുടെ വയസ്സിനെ പറ്റിയും നമ്മുടെ സമയത്തെ പറ്റിയും നമ്മുടെ ആരോഗ്യത്തെ പറ്റിയും ഒക്കെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ സമയത്ത് പടച്ചതമ്പുരാനെ, ഞാൻ എന്റെ ആരോഗ്യം ചെലവഴിച്ചത് ഇതിനു വേണ്ടി, ഈ ഒരു വലിയ ഒരു കളിക്ക് വേണ്ടി, അതിനു വേണ്ടി ഞാൻ ഒരുപാട് ത്യാഗം ചെയ്തു എന്ന് പറയേണ്ടതിനു വേണ്ടിയാണോ? അതല്ല. നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു കാര്യത്തിന് വേണ്ടി എന്റെ ആരോഗ്യം ചെലവഴിച്ചോ എന്നാണോ? അതല്ല അതിനു വേണ്ടി സമയം ചെലവഴിച്ചോ എന്നാണോ? അതിനു വേണ്ടി പണം ചെലവഴിച്ചോ എന്നാണോ? അതാണോ നമ്മൾ ഉത്തരം പറയേണ്ടത്? അതല്ല. റബ്ബേ, എനിക്ക് ആരോഗ്യമുള്ള സമയത്ത്, എനിക്ക് സമ്പത്തുള്ള സമയത്ത്, എനിക്ക് സമയമുള്ള സമയത്ത് ഞാനിതാ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു എന്ന ഉത്തരമാണോ പറയേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മറ്റൊരു സംഗതി പറയാനുള്ളത്, മഴക്കാല രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പല പകർച്ചവ്യാധികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശുദ്ധമായ വെള്ളം കുടിക്കുകയും, ഇസ്ലാം പറഞ്ഞത് വിശുദ്ധിയാണ്, ആ വിശുദ്ധി എല്ലാ സ്ഥലത്തും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. പ്രത്യേകിച്ച് വീടുകളിലൊക്കെ, നമ്മുടെ വീടുകളിൽ ഈ കൊതുകിന്റെയും അതുപോലെ ചീത്ത വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി വിശുദ്ധമായ അല്ല ശുദ്ധീകരിക്കുന്ന ഒരു പ്രവർത്തനം നമ്മളൊക്കെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ, അല്ല നമ്മുടെ വീടകങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നമ്മയെല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവെ, വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അള്ളാഹുവെ, അതെല്ലാം പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരികളുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളിലൂടെ, ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ, കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടത്തിൽ ഏർപ്പെട്ട, ബിസിനസ്സിൽ ഏർപ്പെട്ട, മറ്റു എല്ലാ ജോലികളിൽ ഏർപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവെ അവിടെ ബിസിനസ്സിൽ, കച്ചവടത്തിൽ, ഏർപ്പാടുകളിൽ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ വിദേശത്ത് കഴിയുന്ന ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ അയൽപക്കത്തുള്ള ആളുകൾ അള്ളാഹുവെ അവർക്കെല്ലാം അവരുടെ ബിസിനസ്സിലും കച്ചവടത്തിലും ഏർപ്പാടുകളിലുമെല്ലാം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള
മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم واستغفروه إنه التواب الرحيم. الله أكبر.